ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് എത്തിയിരിക്കുന്നത് രാജേഷ് സാറിൻ്റെയും ചിത്ര ചേച്ചിയുടെയും മനോഹരമായൊരു വീടിൻ്റെ ഹോം ടൂറുമായിട്ടാണ്. ഇത് കൊല്ലം മുഖത്തലയിലാണ് കേട്ടോ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. 1250 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയ ഒറ്റ നില വീടാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ആണിത്. 10 സെൻറ്റിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഫോട്ടോസും അതിൻ്റെ ഒരു നൈറ്റ് മോഡിൽ വീടിൻ്റെ ഭംഗിയും ഒക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇൻറ്റീരിയർ ഉൾപ്പെടെ 24 ലാക്സ് ആണ് ഈ ഒരു വീടിൻ്റെ കോസ്റ്റ് ആയിട്ടുള്ളത്. ആദ്യം തന്നെ വലിയൊരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. മുറ്റത്തൊക്കെ ഇൻ്റർലോക്കും സൈഡിലായിട്ട് മെറ്റൽസും ഇട്ടിട്ടുണ്ട്. സൈഡിലൊക്കെ ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഫ്രണ്ടിലായിട്ട് തന്നെയാണ് കിണറും വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സൈഡ്സും കൂടി ജസ്റ്റ് ഒന്ന് കാണാം. എത്രത്തോളം സ്പേസ് ആണ് സൈഡിലുള്ളതെന്നും കൂടി കാണിക്കുന്നുണ്ട്. ഈ ഒരു ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഒരു ഡിസൈൻ വർക്കാണിത്. അപ്പം അതിൻ്റെ നൈറ്റ് മോഡും കൂടി ഒന്ന് കാണിക്കാം കേട്ടോ. ഫ്രണ്ടിലായിട്ടൊരു പില്ലർ കൊടുത്തിട്ടുണ്ട്. അതിൽ ടെക്സ്റ്റ് വർക്കാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് മറ്റേ സൈഡും കൂടി ഒന്ന് കാണാം. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് മൊത്തം ചെറിയ മെറ്റൽസ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പോർഷനിലായിട്ടാണ് കിച്ചണിൽ നിന്നുള്ളൊരു ഡോർ, വെളിയിലോട്ടുള്ള ഡോർ വരുന്നത്. പിന്നെ നമുക്ക് നല്ലൊരു സിറ്റ് ഔട്ടാണ്, ഓപ്പൺ സിറ്റ് ഔട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ മെയിൻ ഡോറും വിൻഡോയും ഒക്കെ ചെയ്തിരിക്കുന്നത് ടീക്ക് വുഡിലാണ്. ഡോറ് തുറന്ന് ചെല്ലുമ്പോൾ വലിയൊരു ഹോളാണ്. ഹോള് പാർട്ടീഷനൊന്നും ചെയ്തിട്ടില്ല. മുകളിലായിട്ട് സീലിംഗ് വർക്ക്സ് കൊടുത്തിട്ടുണ്ട്. ജിപ്സം വർക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള വർക്ക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സാറ് ഫാമിലി ഇപ്പോൾ കോഴിക്കോടാണ് താമസിക്കുന്നത്. സാർ അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെയാണ് താമസിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടുള്ളത് ലോക്ക്ഡൗൺ ടൈമിലാണ്. അതുകൊണ്ട് തന്നെ അധികം അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പുതിയ ഫർണിച്ചേഴ്സ് ഒന്നും തന്നെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നേരത്തെ വീട്ടിലുണ്ടായിരുന്ന അതേ ഫർണിച്ചേഴ്സ് ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റിയിട്ടുള്ളേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, സ്റ്റെയറിനടിയിലായിട്ട് കുറേ നിഷ് വർക്ക്സ്, പർഗോള വർക്ക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ ആയിട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ കോർണറിലായിട്ടൊരു വാഷ് ബേസിൻ വരുന്നുണ്ട്. അവിടെയും സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ പ്ലാൻ ഞാൻ ലാസ്റ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് ചെയ്തവരെ കോൺടാക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പറും ഡീറ്റെയിൽസും കൊടുക്കുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡൈനിങ്ങിൻ്റെയും കിച്ചൻ്റെയും ഇടയ്ക്കുള്ള വോളിലായിട്ടാണ് ഷോ കേസ് വരുന്നത്. അവിടെ ഒരു ഓപ്പണിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചണിൽ നിന്നുള്ള ഫുഡൊക്കെ ഇങ്ങോട്ട് പാസ് ചെയ്യാനും കിച്ചനുമായിട്ടുള്ളൊരു കണക്ഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്.
ഇവിടെയും ഒക്കെ കുറച്ച് നിഷ് വർക്ക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. താഴേന്നല്ല, ഈ വീടിന് 3 ബെഡ്റൂമാണ് ഉള്ളത്. ഒറ്റ നില വീടാണ്. അപ്പോൾ 3 ബെഡ്റൂമാണ് കേട്ടോ ഈ വീടിന് കൊടുത്തിട്ടുള്ളത്. സൈസും കാര്യങ്ങളും ഒക്കെ തന്നെ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം കാണാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഫാമിലി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയതായിട്ട് അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ചെയ്തിട്ടില്ല. റൂംസിൻ്റെയൊക്കെ ഡോർ ചെയ്തിരിക്കുന്നത് ആഞ്ഞിലിയിലാണ്. മുകളിലായിട്ട് ഇവിടെ സീലിങ്ങിൽ LED ലൈറ്റ്സ് കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സൈസ് പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ, റൂമിൻ്റെയൊക്കെ സൈസ്. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. ഇതാണ് തേർഡ് ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമിൽ മാത്രമാണ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. ബാക്കി 2 ബെഡ്റൂമിലും ബാത്റൂം കൊടുത്തിട്ടില്ല. പിന്നെ ഒരു ഹാളിൽ ഒരു കോമൺ ബാത്റൂം കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റൂമിൽ നിന്ന് കുറച്ചൊന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് ഈ ബാത്റൂം കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കോമൺ ബാത്റൂം കൂടി ഒന്ന് കാണാം. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള പ്ലംബിങ്ങും വയറിങ്ങും മെറ്റീരിയൽസ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു കോമൺ ബാത്റൂം ഹാളിൽ നമ്മൾ കണ്ടില്ലേ, അതാണിത്. നമ്മളൊരു വീട് വെക്കുമ്പോൾ സ്റ്റാർട്ടിങ് പ്ലാൻ വരയ്ക്കുന്നതും പഞ്ചായത്തിൽ നിന്ന് സാങ്ഷൻ വാങ്ങിക്കുന്നതും ഉൾപ്പെടെ അത് ആദ്യം മുതൽ അവസാനം താക്കോൽദാനം വരെയാണ് ഈ ഒരു വീടിൻ്റെ കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ എഞ്ചിനീയറിൻ്റെ നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യക്കാർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫുൾ കോസ്റ്റ് ആദ്യം മുതലുള്ള പ്ലാൻ വരയ്ക്കുന്ന തുടങ്ങിയിട്ട് ലാസ്റ്റ് താക്കോൽ കൈമാറുന്ന വരെയുള്ള ഒരു കോസ്റ്റാണ് ഈ 24 lakhs എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രയും തന്നെ നല്ല വിശ്വാസത്തോടെ ചെയ്ത് കൊടുക്കുന്ന വ്യക്തിയാണ്. പിന്നെ നമ്മൾ കിച്ചണിൽ ഇവിടെ ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനാണ്. ഒറ്റ കിച്ചനാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. കിച്ചണിൽ താഴെയായിട്ട് മാറ്റ് ഫിനിഷ് ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രാനൈറ്റ് ആണ് സ്ലാബിൽ യൂസ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൽ. അതുപോലെ കിച്ചണിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഉള്ളൊരു സ്പേസ് ആണ് കേട്ടോ ഇത്. വെളിയിലോട്ട് ഇങ്ങനെ ഈ സൈഡിൽ നിന്നാണ് വെളിയിലോട്ട് ഇറങ്ങുന്നത്. എന്നിട്ട് നമുക്ക് ബാക്കും കൂടി ഒന്ന് കാണാം. ഇവിടെയാണ് ബാത്റൂം വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. തുണിയിടുന്ന കല്ലും ബാത്റൂം എല്ലാം ഈ ഒരു സൈഡിൽ വരുന്നുണ്ട്. ഇവിടെ സ്റ്റെപ്സിലായിട്ട് ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്സിലൊക്കെ ഗ്രാനൈറ്റ് കൊടുത്തിട്ട് ഹാൻഡ് റീൽസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് സ്റ്റീലാണ്. ഇവിടെ മുകളിൽ ടെറസിൽ പ്ലാസ്റ്ററിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മഴവെള്ളമൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേനൽക്കാലത്തൊക്കെ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ ഇതാണ് ഇവിടുത്തെ വീടിൻ്റെ പ്ലാന്. അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കല്ലേ. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടുത്തെ ബൗണ്ടറി വോൾ, ഗേറ്റ്, ഇൻ്റർലോക്ക് എല്ലാം കൂടി ഒരു 1 lakh ആയിട്ടുണ്ട് പുറത്തെ വർക്ക്. അപ്പോൾ നിങ്ങൾക്കുള്ള ഡൗട്ട്സൊക്കെ കമൻസിലൂടെ ചോദിക്കാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.